സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാരുക എന്നത് ഒരു ഭരണകൂടം സ്ഥിരം ശൈലിയാക്കുമ്പോൾ അവിടെ ബലിയാടാകുന്നത് രാജ്യത്തിന്റെ ഭാവിയാണ്. ആഭ്യന്തര സുരക്ഷയിലെ പാളിച്ചകളോ സാമ്പത്തിക നയങ്ങളിലെ തിരിച്ചടികളോ ഉണ്ടാകുമ്പോൾ ആ പിഴവുകൾ അംഗീകരിക്കാതെ ഒളിച്ചോടുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് രാജ്യത്തെ 22 ലക്ഷത്തിലധികം വരുന്ന നീറ്റ് വിദ്യാർത്ഥികൾ. ദേശീയ പരീക്ഷാ ഏജൻസിയായ NTA അതീവ രഹസ്യ സ്വഭാവമുള്ള ചോദ്യപേപ്പറുകൾ എങ്ങനെ പുറത്തെത്തിയെന്നത് കാതലായ ചോദ്യത്തിന് ഇന്നും മറുപടി ഇല്ലാതെയാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ടെലിഗ്രാം ആപ്പ് നിരോധിച്ചുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ ശ്രമിക്കുകയാണ് അവർ. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന ഈ വിചിത്രമായ നടപടി യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള പുകമറയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നിൽ NTA നിയോഗിച്ച അധ്യാപകരാണ് എന്നുള്ളത് അന്വേഷണത്തിൽ കൃത്യമായ രീതിയിൽ വ്യക്തമായിട്ടുണ്ട്. പ്രതികൾ NTA-ക്കുള്ളിൽ നിന്ന് തന്നെയാണ് എന്ന് ഉറപ്പായിട്ടും സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഒരു മെസ്സേജിംഗ് ആപ്പിനെയാണോ? ചോദ്യപേപ്പർ പ്രചരിപ്പിക്കാൻ തട്ടിപ്പുകാർ ടെലിഗ്രാം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ നിരോധനത്തിന് പിന്നിലെ കാരണമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതേ തട്ടിപ്പുകാർ വ്യാപകമായി ഉപയോഗിക്കുന്ന വാട്സപ്പിനെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തൊടുന്നില്ല? എക്സ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മറ്റ് സോഷ്യൽ മീഡിയകളുമായി ഇത്തരം പ്രചാരണം കൂടെ നടക്കുന്നില്ലേ? ഡൽഹി ഹൈക്കോടതിയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചത് ടെലഗ്രാമിന്റെ പ്രത്യേക ഘടന പരീക്ഷാ തട്ടിപ്പിന് കാരണമാകുന്നു എന്നാണ്. എന്നാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത സിസ്റ്റത്തിന്റെ തകരാറുകൾ പരിഹരിക്കാതെ കേവലം സാങ്കേതിക വിദ്യയെ നിരോധിക്കുന്നതുവഴി രാജ്യം ഭരിക്കുന്നവർ ആരെയാണ് ഈ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ഇതാദ്യമായുമൊന്നുമല്ല NTA നടത്തുന്ന പരീക്ഷകളിൽ വിശ്വാസ്യത തകരുന്നത്. 2024 ഇതേ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതാണ്. അന്ന് മാർക്ക് ദാനവും നാം കണ്ടതാണ്. അന്ന് UGC നെറ്റ് പരീക്ഷ അതോടുകൂടി റദ്ദാക്കേണ്ടി വന്നു. ആൾമാറാട്ടവും ക്രമക്കേടും NTA പതിവ് മുഖമുദ്രയായി മാറിയിരിക്കുന്നു. വർഷങ്ങളോളം ഉറക്കമൊഴിച്ച് കഠിന പ്രയത്നം ചെയ്ത് പരീക്ഷ എഴുതുന്ന കുട്ടികളോട് കാണിക്കുന്ന കൊടിയ ക്രമക്കേടും കൊടിയ ക്രൂരതയുമാണിത്. പരീക്ഷ റദ്ദാക്കലിനും മാറ്റിവെക്കലിനും പിന്നാലെ രാജ്യത്ത് 10ഓളം വിദ്യാർത്ഥികളാണ് മാനസികപരമായി തകർന്ന് ജീവനൊടുക്കിയത്. ഒരു ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് ഇല്ലാതായത് ഒരുപാട് അമ്മമാരുടെയും മറ്റും പ്രതീക്ഷകളാണ്. ഈ കുട്ടികളുടെ ആശങ്കയകറ്റാനോ അവരെ ആശ്വസിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ആത്മാർത്ഥമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതും ലജ്ജാകരമാണ്. ഈ താൽക്കാലിക നിരോധനം കൊണ്ട് രാജ്യത്തുണ്ടായ നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല. ടെലഗ്രാം വഴി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പഠന ഗ്രൂപ്പുകൾ, വാർത്താ പോർട്ടലുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ പ്രവർത്തനം ഇതോടെ പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. 15 കോടിയിലധികം വരുന്ന സാധാരണ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സർക്കാർ എന്ത് സുരക്ഷിതത്വമാണ് ഉറപ്പു നൽകുന്നത്? ഭൂരിഭാഗം പേരും VPN സാങ്കേതിക വിദ്യ വഴി നിരോധനം മറികടക്കുമ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം തന്നെ ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ ചോദ്യപേപ്പർ ചോർത്തിയ കുറ്റവാളികളെയും മാഫിയകളെയും തൊടാൻ ധൈര്യമില്ലാത്തവർ ഡിജിറ്റൽ ഇന്ത്യയിൽ ആപ്പുകൾ നിരോധിച്ച് കളിക്കാമെന്ന് കരുതുന്നത് വെറും ഭീരുത്വമാണ്. തൊലിപ്പുറത്തുള്ള ചികിത്സകൾ കൊണ്ടോ ന്യായീകരണങ്ങൾ കൊണ്ടോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കണ്ണീരിന് ഒരു പരിഹാരവുമാകില്ല. മേലിലെങ്കിലും പിഴവുകളില്ലാതെ സുതാര്യമായി പരീക്ഷ നടത്താനുള്ള ആർജവമാണ് കേന്ദ്ര സർക്കാർ കാണിക്കേണ്ടത്. കുറ്റവാളികൾ പരീക്ഷാ ബോർഡിന്റെ ശീതീകരിച്ച മുറിയിലിരിക്കുമ്പോൾ ഒരു ആപ്പിനെ പൂട്ടിയിട്ട് കയ്യടി വാങ്ങാൻ നോക്കുന്ന ഭരണകൂടത്തോട് ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ: എല്ലാ കാലത്തും എല്ലാവരെയും വിഡ്ഢികളാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല.